ഗായ്സ്, ഞാൻ ഐശ്വര്യ വേണുഗോപാലൻ. ഗേളി ടോക്കിന്റെ 7ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് അധികം വൈകിക്കേണ്ട, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ, എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മാരേജ് ചെയ്യാൻ പറ്റുമോ? എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മാരേജ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പലർക്കും പല എക്സ്പെക്ടേഷൻ ആയിരിക്കും. നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന എക്സ്പെക്ടേഷനിൽ മാരേജ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാളെന്ന് പറയുന്നത് ഒരു ഗേൾ, ആൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ട്. അപ്പൊ ആൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം, ആളുടെ പാർട്ട്ണർ ആവാൻ പോകുന്ന ആൾക്കും ഗവൺമെന്റ് ജോലി വേണം, വേണ്ട എന്നൊക്കെ ഈ കുട്ടിക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ജോലിയുള്ള ആളെ വേണം. അല്ലെങ്കിൽ ഒരു റിച്ച് ആയ ആൾക്ക് എനിക്ക് റിച്ച് ആയ ആളെ ഇങ്ങനെ കെട്ടണം എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി ഹയർ ആയിട്ടുള്ള ലെവൽ പിടിക്കണം. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് ഗേൾ ആണ്, പക്ഷെ എനിക്ക് എന്റേതായ പഠിപ്പുണ്ട് നിൽക്കാം. ഇപ്പൊ ഞാൻ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് എഞ്ചിനീയറിനെ ഒരു പാർട്ട്ണർ ആവുന്ന ആൾക്കും ഇതേ ക്വാളിറ്റി, ഇതേ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യാം. അല്ലാതെ ഞാൻ ഇപ്പൊ എഞ്ചിനീയർ ആണ്, പക്ഷെ എനിക്ക് അംബാനി അങ്ങനത്തെ ഒക്കെ റിച്ച് ആൾക്കാരുടെ അങ്ങനത്തെ ഒക്കെ ഫാമിലിയിൽ കയറി പറ്റണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല. അപ്പൊ എക്സ്പെക്ടേഷൻസ് വെക്കാം, പക്ഷെ നമ്മുടെ ലെവലിലുള്ള എക്സ്പെക്ടേഷൻ വെക്കാൻ ആയിട്ട് നോക്കുക. പക്ഷെ എല്ലാം ഇങ്ങനെ ലെവലിലായിട്ട് വെക്കണ്ട. നമ്മളിപ്പോ APJ അബ്ദുൽ കലാം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉയരങ്ങളിലോട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഉയരത്തിൽ എത്താൻ പറ്റുക. പക്ഷെ ആ ഉയരം നമ്മൾ ആദ്യം നേടിയെടുക്കണം, എന്നിട്ട് വേണം ആ ഉയരത്തേക്ക് നമ്മൾ ചിന്തിക്കാനായിട്ട്. കല്യാണത്തിന്റെ കാര്യമാകുമ്പോ മാരേജിന്റെ കാര്യമാകുമ്പോ അപ്പൊ എക്സ്പെക്ടേഷൻസ് അത്ര തെറ്റല്ല, എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അത് അത്ര ആ ലെവലിലുള്ള എക്സ്പെക്ടേഷനിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളെ കിട്ടിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ആവരുത്. നിങ്ങൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചുള്ള ആളെ കിട്ടുന്നത് വരെ നിങ്ങൾ മാരേജ് ചെയ്യാതിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങളുടെ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ആളല്ല നിങ്ങളുടെ വരുന്ന സ്പൗസ് എങ്കിൽ നിങ്ങൾക്ക് അത് എന്താ പറയാ, ആളില് നിങ്ങൾക്കൊരു എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോ എന്തായാലും ഞാൻ പറയാ വെച്ചാൽ നിങ്ങളുടെ ഈക്വൽ ആയുള്ള എക്സ്പെക്ടേഷൻ വെക്കുകയാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ആളെ നമുക്ക് റോസ് എന്ന് പേരിടാം കേട്ടോ. അപ്പൊ റോസ് പറഞ്ഞേക്കുന്നത്, റോസ് ഒരു ഡിവോഴ്സി ആണ് കേട്ടോ. അപ്പൊ റോസിന്റെ കുട്ടികളൊന്നുമില്ല, റോസ് ഒറ്റയ്ക്കാണ്. കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഡിവോഴ്സ് ആയിട്ടുണ്ട്. അപ്പോ വീട്ടുകാരിപ്പോ സെക്കൻഡ് മാരേജിന് നിർബന്ധിക്കുകയാണ്. വീണ്ടും ഒരു മാരേജിന് റോസിന് പേടിയാണ്, പക്ഷെ വീട്ടുകാരുടെ നിർബന്ധം ഭയങ്കരമായിട്ട് വീട്ടുകാർ പുഷ് ചെയ്യാണ് സെക്കൻഡ് മാരേജ് ചെയ്യാൻ. എന്താ വേണ്ടതെന്നാണ് ചോദിച്ചത്. റോസിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സെക്കൻഡ് മാരേജ് ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. കാരണം പാരന്റ്സ് എന്തായാലും അവരുടെ മോള് ഒറ്റയ്ക്കാവരുത്, പാരന്റ്സിന്റെ കാലശേഷം മോൾ ഒറ്റയ്ക്കാവരുത് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പാരന്റ്സ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഭൂരിഭാഗം ഉള്ളതല്ലേ. അപ്പം ഫസ്റ്റ് മാരേജ് സക്സസ് ആവാത്ത കുറെ പേർക്ക് സെക്കൻഡ് മാരേജ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് മാരേജിൽ ചിലപ്പോൾ തന്റെ കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ തന്റെ സ്പൗസ് പാർട്ട്ണറിന്റെ കാരണം കൊണ്ടാവാം ഈ മാരേജ് സക്സസ് ആവാതെ പോയതെന്ന് ഓർത്തിട്ട് സെക്കൻഡ് മാരേജ് അതേ പാളിച്ച് സംഭവിക്കുന്നു വിചാരിക്കാണ്ടിരിക്കും. ചിലപ്പോൾ തനിക്ക് സെക്കൻഡ് മാരേജ് കൂടുതൽ നല്ല സന്തോഷം തരിക. അപ്പോൾ എന്തായാലും സെക്കൻഡ് മാരേജ് ഞാൻ പറയാച്ച ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂടെ ഒരാൾ ഉള്ളതാണ് എപ്പോഴും നല്ലത്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെക്കാട്ടും. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, വയസ്സാം കാലത്ത് വെള്ളം തരാൻ ഒരു ആരെങ്കിലും ഒക്കെ വേണമെന്ന്. അതൊക്കെ ഓർക്കുമ്പോൾ വയസ്സായ കാലത്ത് ഓർക്കുമ്പോൾ നല്ലതാണ്. കാരണം നമുക്ക് എത്ര ബന്ധുക്കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അവര് നമ്മളെ നോക്കുന്നത് സെക്കൻഡറി ആയിട്ടായിരിക്കും. ഫസ്റ്റ് പ്രൈമറി അവരുടെ സർക്കിളിൽ നമ്മൾ ഒരിക്കലും കേട്ടില്ല. വെറും പ്രൈമറി എന്ന് പറയുന്നത് എന്താ, അച്ഛനമ്മ മക്കള്, അത്രേ ഉള്ളൂ. അതിന്റെ അവിടെ മേമ വല്യമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അവര് സെക്കൻഡറി ആയിട്ട് നിർത്തുള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സെക്കൻഡ് മാരേജിനെ കുറിച്ച് ആലോചിച്ച് നല്ല തീരുമാനം എടുക്കുക. അതായത് സെക്കൻഡ് മാരേജ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ മാരേജ് ചെയ്യുമ്പോൾ നന്നായി ഡേറ്റ് ചെയ്തിട്ട് നന്നായി സംസാരിച്ച് അവരെ കുറിച്ച് മനസ്സിലാക്കി തനിക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതൊക്കെ പറഞ്ഞ് അങ്ങനെ മാത്രം മാരേജ് ചെയ്യുക. അല്ലാതെ വീട്ടുകാരെ പുഷ് കൊണ്ട് വീട്ടുകാർ പറയാണ് ഇന്ന ആളെ കെട്ടിക്കോ എല്ലാം മേച്ചാന്ന് പറഞ്ഞ് നേരെ ചാടിക്കേറി വിവാഹം കഴിക്കാതെ ആളായിട്ട് നന്നായി കുറച്ച് നാൾ, ഒരു 2-3 മാസം എന്തായാലും ഡേറ്റ് ചെയ്യുക കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് തന്റെ വേവ് ലെങ്തിന് പറ്റിയ ആളാണോ നോക്കുക, എന്നിട്ട് മാത്രം മാരേജിക്ക് കിടക്കുന്നതാണ് കൂടുതൽ നന്നാവുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ച ആൾക്ക് നമുക്ക് ബ്ലൂ എന്ന് പേരിടാം കേട്ടോ. അപ്പൊ ബ്ലൂ ചോദിച്ചു ചെയ്യുന്നത് എന്താ വെച്ചാ,
ബ്ലൂവിന്റെ ലവ് മാരേജ് ആയിരുന്നു. ഇവര് ഇന്റിമേറ്റ് ടൈമിലൊക്കെ ഇവരുടെ ആയിട്ടുള്ള റൊമാൻറ്റിക് ടൈമില് ഇവര് അന്നൊക്കെ കണ്ട കുറച്ച് ഗേൾസിന്റെ അല്ലെങ്കിൽ മൂവീസിൽ കണ്ട ആക്ടേഴ്സിന്റെ നടിമാരുടെയും നടന്മാരുടെയും ഒക്കെ കുറിച്ചിട്ട് ബോഡീനെ ഒക്കെ പറ്റി പറയാറുണ്ട്. പിന്നെ ഈ ഇവര് രണ്ടുപേരും, അതായത് നമ്മുടെ ബ്ലൂവിന്റെ ഹസ്ബൻഡും കൂടിയാണ് പറയാറ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ബ്ലൂവിന് അത് ഭയങ്കര നെഗറ്റീവായി തോന്നി. നമ്മളിങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ ഒരു തിരിച്ചറിവ് വരാൻ തുടങ്ങി. അപ്പൊ ബ്ലൂവിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടും പക്ഷെ ആളത് സമ്മതിക്കുന്നില്ല. കാരണം ഇത്ര നാളായി ഇവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി പറഞ്ഞ കാര്യമില്ല, ഇപ്പൊ എന്താണ് നീ ഇങ്ങനെ പറയണേന്നാണ് ഭർത്താവ് ചോദിക്കണേ. അപ്പൊ എങ്ങനെയാണ് ഇത് ആള് ചെയ്തത് തെറ്റായിരുന്നു എന്നാണ്, അതായത് ബ്ലൂവിന്റെ ഭർത്താവും ചെയ്തത് തെറ്റാണെന്ന് ബ്ലൂവിന് മനസ്സിലായി. എങ്ങനെയാണ് ഭർത്താവിനും ഇത് മനസ്സിലാക്കി കൊടുക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റിമേറ്റ് ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ റൊമാൻറ്റിക് ആയുള്ള ടൈമിൽ നമുക്ക് എന്തും പറയാം. പക്ഷെ മറ്റൊരാളുടെ ബോഡീനെ കളിയാക്കി പറയുന്നത് അല്ലെങ്കിൽ മറ്റ് ഒരു സിനിമ നടി, സിനിമ നടൻ ആരായാലും അവരും ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അന്ന് കണ്ട കുറച്ച് പേരുടെ ശാരീരികമായുള്ള കാര്യങ്ങൾ പറയുന്നതും വളരെ തെറ്റാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ പറയണ പോലെയല്ലേ, നിങ്ങളിത് തുടർച്ചയായി പറയാന്നല്ലേ ബ്ലൂ എഴുതിയില്. ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവര് ഇന്റിമേറ്റ് ടൈമിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നത് എന്തായാലും തെറ്റാണ്. അത് ബ്ലൂവിന് മനസ്സിലായത് തന്നെ വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഇവർക്ക് പെട്ടെന്ന് ഹസ്ബൻഡ്സിന് നിങ്ങൾ ഇത്ര കാലം കണ്ടിന്യൂ ചെയ്ത കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ അതും തന്റെയും കൂടി സപ്പോർട്ട് ഉണ്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ടോക്കായിരുന്നു അല്ലേ ഇത്. അപ്പോ ഹസ്ബൻഡിന് അത് അത്ര ഇൻട്രസ്റ്റ് പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ബ്ലൂ തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ, ഇങ്ങനെ പറയുന്നത് തെറ്റാണ് ഒക്കെ. എന്നിട്ട് ആള് സമ്മതിക്കുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും ഭയങ്കര മാനസികമായിട്ട് സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷനിലുള്ള ആൾക്ക് മാത്രമാണ് കൗൺസിലിംഗ് ഉള്ളതെന്നൊക്കെ വിചാരിക്കും. ഒട്ടുമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ഇപ്പൊ നമ്മൾ പറയില്ലേ ഭ്രാന്തും വിഷാദവും തമ്മിൽ നല്ല അന്തരം ഉണ്ടെന്ന് പറയില്ലേ, അതേപോലെയാണ് ഇങ്ങനത്തെ കേസൊക്കെ. കൗൺസിലിംഗ് ഒരൊറ്റ കൗൺസിലിങ്ങിന് പോയാൽ ചിലപ്പോൾ ശരിയാവും. കൗൺസിലിങ്ങിനെ വലിയ നിങ്ങള് അയ്യോ അത് ഇന്ന അസുഖങ്ങൾക്കുള്ളവർക്കാണ്, ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നവർക്കാണ് കൗൺസിലിംഗ് എന്നൊന്നും തെറ്റിദ്ധരിക്കേ വേണ്ട. കൗൺസിലിംഗ് എന്ത് ചെറിയ ഇഷ്യൂവിനും കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ. നമ്മളത് മടിച്ചു നിൽക്കാതെ അതിന് പോകുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ തന്നെ അത് പറഞ്ഞ് സെറ്റ് ചെയ്ത് ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് പോവാട്ടോ. ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ വീഡിയോ ഇനി ചെറുതായിരിക്കും. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളുടെ പേര് നമുക്ക് യെല്ലോ എന്ന് കൊടുക്കാം കേട്ടോ. ഈ യെല്ലോ എന്ന് പറയുന്നത്, യെല്ലോന്റെ നടത്തം കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ യെല്ലോന്റെ നടത്തത്തിനെ പറ്റി കളിയാക്കാനായിട്ട് തുടങ്ങി. അപ്പൊ യെല്ലോക്ക് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ പേടിയാണ്. ഇന്റർവെൽ ടൈമിലൊന്നും പുറത്തിറങ്ങില്ല, ക്ലാസ്സിൽ തന്നെ ഇരിക്കും. ബാത്റൂമിലേക്കൊന്നും ഒന്നും പോവില്ല ക്ലാസ്സിൽ. അതുപോലെ ഇനി സ്കൂള് ടൈമില് ഏറ്റവും ഫസ്റ്റ് വരുന്ന കുട്ടിയും നമ്മുടെ യെല്ലോയാണ്. സ്കൂളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന ആളും യെല്ലോയാണ്. കാരണം എന്താ, യെല്ലോക്ക് ഭയങ്കര പേടി നടത്തത്തിന്റെ പറ്റി വീണ്ടും കളിയാക്കിയാലോ എന്നൊക്കെ. അപ്പൊ യെല്ലോ ആരുടെ മുമ്പിൽ ഇപ്പൊ ആരും ഈ യെല്ലോന്റെ നടത്തം കാണരുതെന്നാണ് യെല്ലോ ആഗ്രഹിക്കുന്നത്. നടക്കാനൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കാൻ പേടിയാണെന്നൊക്കെയാണ് യെല്ലോ പറയുന്നത്. യെല്ലോ ഞാൻ പറയാച്ചാ മോളിത് ചിന്തിക്കേ വേണ്ട. ഓരോരുത്തരെയും നടത്താൻ ഡിഫറെന്റ് ആണ്. എല്ലാവരും ഒരേപോലെ ആയ എന്താണ് അതിലൊരു രസല്ലേ. നമ്മൾ ഓരോരുത്തരും ഇപ്പൊ എന്റെ കളർ ആവില്ല യെല്ലോന്റെ കളറ്, യെല്ലോന്റെ കളർ ആവില്ല യെല്ലോന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയുടെ കളർ അല്ലേ. നമ്മള് ബോഡി സ്കിൻ കളർ വ്യത്യാസമാണ്. നമ്മുടെ കണ്ണ് പലരുടെയും പല തരത്തിലാണ്. നമ്മുടെ ചുണ്ട്, പല്ല്, തലമുടി പലവർക്കും പലതരത്തിലുള്ള മുടിയുടെ സ്ട്രക്ചർ ആവും അല്ലെ. അതേപോലെ നമ്മുടെ നടത്തവും പലരിലും പലതരത്തിലാവാം അല്ലെ. അപ്പോ അതൊന്നും ഇപ്പൊ യെല്ലോക്ക് അത് മറ്റു കുട്ടികൾ പറഞ്ഞ് കളിയാക്കുമ്പോഴാണ് യെല്ലോക്ക് വിഷമം വരുന്നത് വെച്ചാൽ അവര് കളിയാക്കുമ്പോ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടുക കേട്ടോ. അല്ലാണ്ട് ഇതിനൊന്നും വലിയ കാര്യം കൊടുക്കണ്ട. ഇപ്പൊ ഞാൻ പറയാച്ചാ കമലഹാസൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്റർവ്യൂലൊക്കെ. ആളുടെ സംസാരത്തിന്റെ ടോൺ അല്ലെങ്കിൽ ആളുടെ സംസാരത്തിന്റെ ആ ഒരു വേവ് ലെങ്ത് കുറച്ച് ഡിഫറെന്റാ. മറ്റ് ആക്ടേഴ്സ് സംസാരിക്കുന്ന പോലെ അല്ല കമലഹാസൻ സംസാരിക്കുക അല്ലെ. ആളുടെ ആ സ്പീച്ചിങ് സ്റ്റൈല് ഡിഫറെന്റ് ആണല്ലേ. അതേപോലെ അത് കാരണം കൊണ്ട് തന്നെ കമലഹാസന്റെ ഇന്റർവ്യൂസിനൊക്കെ വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ കേൾക്കാനായിട്ട് കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ എങ്ങനെയാ
ഇതിൽ സൈഡ് തോള് താഴ്ന്ന് ചെരിച്ച് നടക്കാന്നൊക്കെ പറയില്ലേ, അത് ആള് ചിലപ്പോ ആളുടെ ആ ഒരു ഏജില് നല്ലോണം കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടാവും. നിന്നെ കണ്ട ആരെയും സിനിമയ്ക്ക് എടുക്കും, തോളൊക്കെ ചെരിഞ്ഞ് ആരെങ്കിലും നടക്കും, അങ്ങനെയൊക്കെ വേണ്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എല്ലാരും നമ്മള് ആ പാട്ടങ്ങിറങ്ങിയില്ലേ, എന്താ പറയാ, തോള് ചിരിച്ച് ലാലേട്ടൻ ഒക്കെ പറഞ്ഞ പാട്ടിറങ്ങിയില്ലേ. കാരണം ആളുടെ ഒരു പിന്നീട് ആളുടെ ഒരു അടയാളായില്ലേ ആ ചെരിഞ്ഞ തോള്. അതേപോലെ നടത്തം വ്യത്യസ്തമായ അത് ഭാവിയിൽ മോൾക്കൊരു അടയാളായി പോകും, ഇൻ എ ഗുഡ് വേ. അപ്പൊ അത് ഓർത്തൊന്നും വിഷമിക്കേണ്ട. ആരും മുമ്പിലും താൻ നടക്കണു, ആരെങ്കിലും കളിയാക്കണു വെച്ചിട്ട് നടക്കാണ്ട് ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കരുത്. മോൾ ആദ്യം കോൺഫിഡന്റ് ആവുക, എന്നും രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കി പറയാ ഞാൻ ഡിഫറെന്റ് ആണ്, അതെന്റെ ഐഡന്റിറ്റി ആണെന്നൊക്കെ കണ്ണാടി നോക്കി ധൈര്യപൂർവ്വം പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തീർന്നു. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തീർച്ചയായും ഫ്രീ ആണോ. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. നമ്മുടെ 90% വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾക്ക് ഫ്രീ ആണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണും, ഫ്രീ ആയി വീഡിയോ കിട്ടിയല്ലേ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ വരേക്കും ബൈ ബൈ ഗൈസ്.